ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം 75-ാം ദശകം കംസവധം 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. 6-ാമത്തെ ശ്ലോകം. ചാണൂരോ മല്ലവീരസ്തതനു നൃപകിരാ മുഷ്ടികോ മുഷ്ടിശാലി ത്വാം രാമം ചാഭിപേദേ ഝടഝടിതി മിഥോ മുഷ്ടിപാദാതിരൂക്ഷം ഉത്പാദാപാദനാകർഷണവിവിധരണാന്യാസതാം തത്ര ചിത്രം മൃത്യോ പ്രാഗേവ മല്ലപ്രഭുരഗമതയം ഭൂരിശോ ബന്ധമോക്ഷാൻ. അർത്ഥം: തദനു നൃപകിര, അനന്തരം കംസന്റെ നിയോഗപ്രകാരം മല്ലവീരഃ ചാണൂരഃ, മല്ലവീരനായ ചാണൂരൻ, ത്വാം മുഷ്ടിശാലി മുഷ്ടികഃ രാമം ച, നിന്തിരുപടിയോടും മുഷ്ടിയുദ്ധത്തിൽ വിദഗ്ധനായ മുഷ്ടികൻ ബലഭദ്രനോടും, ഝടഝടിതി മിഥോ മുഷ്ടിപാദാതിരൂക്ഷം അഭിപേദേ, ചടചട എന്ന് തമ്മിൽ മുഷ്ടികൾ കൊണ്ട് ഇടിച്ച് ഭയങ്കരമായ വിധത്തിൽ ഏറ്റുമുട്ടി. ഉത്പാദാപാദനാകർഷണ വിവിധ രണാനി ആസതാം, ഉന്തിപ്പൊക്കിയും തള്ളി വീഴ്ത്തിയും വലിച്ചിഴച്ചും മറ്റും പലവിധം നടന്ന യുദ്ധങ്ങൾ ഇരിക്കട്ടെ, അതിവിടെ വിസ്തരിക്കുന്നില്ല. തത്ര, അവിടെ, അയം മല്ലപ്രഭു, ആ മല്ലവീരനായ ചാണൂരൻ, മൃത്യോഹോ പ്രാഗ് ഏവ, മരണത്തിനു മുമ്പ് തന്നെ, ഭൂരിശഃ ബന്ധമോക്ഷാൻ അഗമത് ചിത്രം, പല പ്രാവശ്യവും ബന്ധങ്ങളും മോക്ഷങ്ങളും പിടിക്കലുകളും വിടലുകളും അനുഭവിച്ചു. ആശ്ചര്യം തന്നെ. 7-ാമത്തെ ശ്ലോകം. ഹാധി കഷ്ടം കുമാരൗ സുലളിതവപുഷൗ മല്ലവീരൗ കഠോരൗ ന ദ്രക്ഷ്യാമോ വ്രജാമസ്ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം. ചാണൂരം തം കരോദ്ബ്രാഹ്മണവിഗളദസും പോഥയാമാസിഥോർവ്യാം പിഷ്ടോ ഭൂന്മുഷ്ടികോപി ധൃതമഥ ഹലിനാ നഷ്ടശിഷ്ടൈർദധാവേ. അർത്ഥം: ഹാധിക് കഷ്ടം കുമാരൗ സുലളിതവപുഷൗ, കഷ്ടം കഷ്ടം കടുപ്പം ഉണ്ണികൾ സുകുമാര ശരീരന്മാർ, മല്ലവീരൗ കഠോരൗ, മല്ലന്മാർ കഠിന ശരീരന്മാർ, ന ദ്രക്ഷ്യാമ ത്വരിതം വ്രജാമഹ, നമ്മൾക്കിത് കാണാൻ തന്നെ വയ്യ, വേഗത്തിൽ പോവുക തന്നെ, ഇതി തദാനീം ജനേ ഭാഷമാണേ, എന്നിങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ, ത്വം തം ചാണൂരം കരോദ്ബ്രാഹ്മണ വിഗളദസും, നിന്തിരുടെ ആ ചാണൂരനെ കൈകൾ കൊണ്ട് വട്ടത്തിൽ ചുഴറ്റി വീശി ജീവൻ പോകാറായപ്പോൾ, ഉർവ്യാം പോഥയാമാസിഥ, നിലത്തടിച്ചു കൊന്നു. അഥ ദ്രുതം ഹലിനാ മുഷ്ടികഃ അപി പിഷ്ടഃ അഭൂത്, പിന്നെ ഉടനെ ബലഭദ്രർ മുഷ്ടികനെയും അടിച്ചു കൊന്നു. നഷ്ടശിഷ്ടൈഹി ദധാവേ, മരിച്ചതു കഴിച്ചു ബാക്കിയുള്ള മല്ലന്മാർ ഓടിപ്പോയി. 8-ാമത്തെ ശ്ലോകം. കംസഃ സംവാര്യ തൂര്യം ഖലമതിരവിതൻ കാര്യമാര്യാൻ പിതॄംസ്താൻ ആഹന്തും വ്യാപ്തമൂർത്തേസ്തവ ച സമശിഷദ്ദൂരമുത്സാരണായ ദൃഷ്ടോ ദുഷ്ടോക്തിഭിസ്ത്വം ഗരുഡൈവ ഗിരിം മഞ്ജമഞ്ജന്നുതഞ്ജത് ഖഡ്ഗ വ്യാവൽഗതുസ്സംഗ്രഹമപി ച ഹഠാത് പ്രാഗ്രഹീരൗഗ്രസേനിം. അർത്ഥം: ഖലമതിഃ കംസഃ കാര്യം അവിദൻ,
ദുർബുദ്ധിയായ കംസൻ എന്തു ചെയ്യണമെന്നറിയാതെ തൂര്യം സംവാര്യ പെരുമ്പറ അടി നിർത്തിയിട്ട് ആര്യാൻ താൻ പിതൃൻ ആഹന്തും ആരാധ്യന്മാരായ ആ പിതാക്കന്മാരെ വധിക്കുവാനും വ്യാപ്തമൂർത്തി തവ ദൂരം ഉത്സാരണായ ച സമശിഷത്. സർവവ്യാപിയായ നിന്തിരുവടിയെ ദൂരെ മാറ്റി നിർത്തുവാനും കൽപ്പന കൊടുത്തു. ദുഷ്ടോക്തിഭിഹി ദുഷ്ടഃ ത്വം ഗിരിം ഗരുഡഃ ഇവ മഞ്ചം അഞ്ചൻ. കംസന്റെ ദുർവചനങ്ങൾ കേട്ട് കോപിച്ച് നിന്തിരുവടി ഗിരിയിലേക്ക് ഗരുഡൻ എന്ന പോലെ മാളിക മുകളിലേക്ക് കുതിച്ചു കയറിച്ചെന്ന് ഉഗ്രസേനപുത്രനായ കംസനെ ഉദഞ്ചത് ഖഡ്ഗവ്യാവൽഗ ദുസ്സംഗ്രഹം അപിച്ച ഹഠാത് പ്രാഗ്രഹീ. വാൾ വീശി എതിർക്കുകയാൽ നേരിട്ടെതിർത്ത് പിടിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ബലം പ്രയോഗിച്ച് പിടിച്ചു. 9-ാമത്തെ ശ്ലോകം. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വദുപരി പതിതാനാകിനാം പുഷ്പവൃഷ്ടി. കിം കിം ഭ്രൂമസ്തദാനീം സതതമപി ഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദ്വധോത്ഥാ പരമിയം വാസനാകാലനേമേ. അർത്ഥം: സദ്യഃ ഉടനെ നരപതിം കംസനെ നിഷ്പിഷ്ടസന്ധിം ഭുവി ആപാത്യ സന്ധിബന്ധങ്ങൾ ഇടിച്ചു തകർത്ത് മാളിക മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളി വീഴ്ത്തി. തസ്യ ആ കംസന്റെ ഉപരിഷ്ടാത് ത്വയി മീതെ നിന്തിരുവിടി വീണ ആ സമയത്ത് തന്നെ ആപാത്യേ തഥാ ഏവ ത്വതുപരി നിന്തിരുവടിയുടെ മീതെ നാഗിനാം ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പതിത പുഷ്പവൃഷ്ടി പൊഴിഞ്ഞു. കിം കിം ബ്രൂമഃ എന്തെന്ത് പറയണം. തദാനീം അപ്പോൾ ഭിയാ അപി സതതം ഭയം കൊണ്ടാണെങ്കിലും എപ്പോഴും ത്വദ്ഗതാത്മാ സഹ സായുജ്യം ഭേജേ നിന്തിരുവടിയെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കംസൻ സായുജ്യമുക്തി അടഞ്ഞു. പരമയ്യം ത്വദ്വധോത്താ കാലനേമേഹേ വാസനാപരം. പരമപുരുഷനായ ഭഗവാനെ, ഇത് നിന്തിരുവടി വധിച്ചതുകൊണ്ടുണ്ടായ കാലനേമിയുടെ ജന്മാന്തര വാസന തന്നെയാണ്. 10-ാമത്തെ ശ്ലോകം. തദ്ഭ്രാതൃനഷ്ടപിഷ്ട്വാദ്രുതമഥ പിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർ യദുകുലമഖിലം മോദയൻ കാമദാനൈ. ഭക്താനാമുത്തമം ചോദ്ധവമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേരുന്ധി മേ സർവരോഗാൻ. അർത്ഥം: തത് ഭ്രാതॄൻ അഷ്ടപിഷ്ട്വാ അഥ ആ കംസന്റെ സഹോദരന്മാരെ 8 പേരെയും കൊന്നതിൻ്റെ ശേഷം ദ്രുതം പിതരൗ സന്നമൻ വേഗത്തിൽ അച്ഛനമ്മമാരെ നമസ്കരിച്ച് ഉഗ്രസേനം രാജാനം കൃത്വ ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ച് യദുകുലമഖിലം യാദവന്മാരെയെല്ലാം കാമദാനൈഹി ഉച്ചൈഹി മോദയൻ അഭീഷ്ടങ്ങൾ നൽകി ഏറ്റവും സന്തോഷിപ്പിച്ച് ഭക്താനാം ഉത്തമം അമരഗുരോഹോ ആപ്തനീതിം ച ഉദ്ധവം ഭക്തന്മാരിൽ വെച്ച് ഉത്തമനും ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രം പഠിച്ചവനുമായ ഉദ്ധവരെ സഖായം ലബ്ധ്വാ സുഹൃത്തായി കിട്ടിയതു നിമിത്തം നഗര്യാം തുഷ്ടഃ
രാജധാനിയിൽ സന്തോഷമായി വാണരുളുന്ന ത്വം പവനപുരപതേ ഭഗവാനെ ഗുരുവായൂരപ്പ മേ സർവരോഗാൻ രുന്ധി, എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണമേ. 75-ാം ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന കഥ അതിവിടെ വിവരിക്കാം. ചാണൂരൻ എന്ന മല്ലൻ ഭഗവാനോടും മുഷ്ടികൻ ബലഭദ്രനോടും കൂടിയാണ് ഏറ്റുമുട്ടിയത്. ഭഗവാനുമായി യുദ്ധം ചെയ്താൽ മരിച്ചതിനു ശേഷം മോക്ഷം പ്രാപിക്കുക സാധാരണമാണല്ലോ. മരണത്തിനു മുമ്പ് പലതവണ ബന്ധവും മോക്ഷവും പ്രാപിക്കുക എന്നത് ആശ്ചര്യവുമാണല്ലോ. ഭഗവാന്റെ പിടിയിൽപ്പെടുകയും വിട്ടുമാറുകയും പല പ്രാവശ്യമായി ഉണ്ടായി എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ബന്ധം മോക്ഷം എന്ന വാക്കുകളുടെ 2 അർത്ഥം കൊണ്ടുള്ള ഒരു അലങ്കാര പ്രയോഗമാണ് 6-ാമത്തെ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഭൂരിശഃ ബന്ധമോക്ഷാൻ അഗമത് ചിത്രം എന്ന് കാണിച്ചിരിക്കുന്നത്. മല്ലന്മാരുമായി ഭഗവാൻ ഏറ്റുമുട്ടാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ണികൾ സുകുമാര ശരീരന്മാർ, മല്ലന്മാർ കഠിന ശരീരന്മാർ, നമ്മൾക്കിത് കാണാൻ വയ്യ, വേഗത്തിൽ പോവുക തന്നെ എന്ന് പുരവാസികൾ പറയാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഭഗവാൻ ചാണൂരനെ കൈകൾ കൊണ്ട് വട്ടത്തിൽ ചുഴറ്റി വീശി ജീവൻ പോകാറായപ്പോൾ നിലത്തടിച്ചു കൊന്നു. പിന്നെ ഉടനെ ബലഭദ്രർ മുഷ്ടികനെയും അടിച്ചു കൊന്നു. ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ചലൻ, തോശലകൻ ഇങ്ങനെ 5 മല്ലന്മാർ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മല്ലന്മാർ ഓടിപ്പോവുകയും ചെയ്തു എന്ന് ഭാഗവതത്തിൽ കാണിക്കുന്നുണ്ട്. പ്രധാന മല്ലവധം മാത്രം കാണിച്ച് നഷ്ടശിഷ്ടൈർ ദധാവേ എന്നിടത്ത് കൂടശലതോശലകന്മാരുടെ വധം വ്യംഗ്യഭംഗ്യ കാണിച്ചിരിക്കുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. പ്രധാനപ്പെട്ട മല്ലന്മാരെ ഭഗവാൻ കൊന്നതായി കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മല്ലരംഗത്തിൽ തുടർന്ന് മുഴങ്ങിക്കൊണ്ടിരുന്ന പെരുമ്പറയടി വിളക്കിയിട്ട് കംസൻ രാമകൃഷ്ണന്മാരെ നഗരത്തിൽ നിന്ന് പുറത്താക്കുവാനും നന്ദഗോപരെ പിടിച്ചു കെട്ടാനും ഭഗവാന്റെ അച്ഛനായ വസുദേവരെയും സ്വന്തം അച്ഛനായ ഉഗ്രസേനനെയും കൂട്ടുകാരെയും കൊല്ലാനും കൽപ്പന കൊടുത്തു. ഈ വക ദുർവചനങ്ങൾ കേട്ട് കോപിച്ച ഭഗവാൻ കംസൻ ഇരുന്നിരുന്ന മാളികയിലേക്ക് പാഞ്ഞുകയറി. കംസൻ വാളും പരിചയുമായി കൃഷ്ണഭഗവാന്റെ നേരെ എതിർത്ത് ചാടി. കംസനെ പിടിയിലൊതുക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു. എങ്കിലും ഭഗവാൻ ഇണഞ്ഞു പിടിച്ചടക്കുക തന്നെ ചെയ്തു. ഉടനെ കംസനെ സന്ധിബന്ധങ്ങൾ ഇടിച്ച് തകർത്ത് മാളിക മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളി വീഴ്ത്തി. ആ കംസന്റെ മീതെ ഭഗവാൻ വീണ ആ സമയത്ത് തന്നെ ഭഗവാന്റെ മീതെ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പൊഴിഞ്ഞു. എന്തെന്തു പറയണം. അപ്പോൾ ഭയം കൊണ്ടാണെങ്കിലും എപ്പോഴും നിന്തിരുവടിയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കംസൻ സായുജ്യമുക്തി അടഞ്ഞു. പരമപുരുഷനായ ഭഗവാനെ ഇത് നിന്തിരുവടി വധിച്ചതുകൊണ്ടുണ്ടായ കാലനേമിയുടെ ജന്മാന്തര വാസന തന്നെയാണ്. കംസനെ വധിച്ചപ്പോൾ കംസന്റെ സഹോദരന്മാരായ കങ്കൻ, ന്യഗ്രോധൻ, കങ്കു, സുനാമാവ്, സുഹു, രാഷ്ട്രപാലൻ, സൃഷ്ടി, തുഷ്ടിമാൻ എന്ന 8 പേർ പാഞ്ഞു വന്നു. അവരെ ബലഭദ്രൻ വധിച്ചു. ശ്രീകൃഷ്ണൻ എന്ന പോലെ ബലഭദ്രനും ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ. അതാണ് ഗുരുവായൂരപ്പൻ കങ്കാദികളെ വധിച്ചുവെന്ന് പറയാൻ കാരണം. അച്ഛനമ്മമാരെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് അവരെ നമസ്കരിക്കുകയാണ് ഭഗവാൻ പിന്നെ ചെയ്തത്. പിന്നെ കംസന്റെ അച്ഛനും തൻ്റെ അമ്മയായ ദേവകിയുടെ അച്ഛനുമായ ദേവകൻ്റെ ജ്യേഷ്ഠനുമായ ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ചു. തൻ്റെ അച്ഛനായ ഉഗ്രസേനനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചിട്ടാണ് കംസൻ രാജ്യം വാണിരുന്നത്. പിതൃദ്രോഹിയായ കംസനെ കൊന്ന് ഉഗ്രസേനനെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് രാജാവാക്കി ഭഗവാൻ. അനന്തരം, അതായത് പിന്നീട് കംസനെ പിടിച്ച് നാടുവിട്ടുപോയിരുന്ന യാദവന്മാരെയെല്ലാം വരുത്തി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ചു. ഉഗ്രസേനനാണ് രാജാവെങ്കിലും രാജ്യഭരണം നടത്തിയിരുന്നത് ഭഗവാൻ തന്നെയായിരുന്നു. അതിനു മുമ്പ് മന്ത്രിയായ ഉദ്ധവരെ സഹായത്തിന് കിട്ടി. ഉദ്ധവൻ വലിയ ഭഗവത് ഭക്തനുമാണ്. നീതിശാസ്ത്രകർത്താവായ ബൃഹസ്പതിയുടെ തന്നെ ശിഷ്യനുമാണ് ഉദ്ധവൻ. അങ്ങനെയുള്ള ഉദ്ധവരെ തന്നെ മന്ത്രിയായി കിട്ടിയതിൽ ഭഗവാന് വളരെയധികം സന്തോഷമുണ്ടായി. തനിക്ക് ഭരണം പരിചയമില്ലെങ്കിലും പരിചയമുള്ള ഉദ്ധവൻ്റെ സഹായവും ഉണ്ടല്ലോ.
ഉഗ്രസേനനെ രാജാവാക്കിയതും യാദവന്മാരെ സന്തോഷിപ്പിച്ചതും ദശമസ്കന്ധത്തിൽ ഭാഗവതത്തിൽ 45-ാം അധ്യായത്തിലും ഉദ്ധവരെ മന്ത്രിയായി ലഭിച്ച സംഗതി 46-ാം അധ്യായത്തിലും ഉൾപ്പെട്ടതാണ്.